എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് പുതിയൊരു വീഡിയോയുമായിട്ടാണ്, പുതിയൊരു ന്യൂസുമായിട്ടാണ്. ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാറ്റയുടെ നെക്സോണിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ 5 സ്റ്റാർ സേഫ്റ്റിയുള്ള വാഹനമാണ് നെക്സോൺ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ നിർമ്മാതാക്കളിലെ ആദ്യത്തെ 5 സ്റ്റാർ സേഫ്റ്റിയാണ് ആ വണ്ടിക്ക് ലഭിച്ചിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് 1-2 മാസമായി ടാറ്റയുടെ പുതിയ ആ നെക്സോണിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റ് വന്നു. അത് ഭയങ്കരമായി ട്രെൻഡിങ്ങുമായി, ഒരുപാട് സെയിൽ വന്നു. അവരുടെ ഒന്നാം സ്ഥാനം, നെക്സോണിൻ്റെ ഒന്നാം സ്ഥാനം അവർ തിരിച്ചു പിടിക്കുകയും ചെയ്തു. ചില മാസങ്ങളിൽ ഹ്യുണ്ടായെ പിന്നിലാക്കി 2ാം സ്ഥാനത്തേക്ക് അവർ വരികയും ചെയ്തു. മാരുതിയുമായി നല്ല രീതിയിലുള്ള മത്സരം ടാറ്റയ്ക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ നെക്സോൺ എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ആ നെക്സോണിൻ്റെ ഇന്നത്തെ പ്രത്യേകത, ഇന്നത്തെ ന്യൂസ് എന്താണെന്ന് നോക്കാം. നെക്സോണിനൊരു പ്രത്യേകിച്ചൊരു സ്പെഷ്യലായിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ വീണ്ടും ഞാൻ പറയുകയാണ്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക, ലൈക്കും ഷെയറും ചെയ്യുക, കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പോഴും നോക്കിയിട്ട് വേണം എനിക്ക് എൻ്റെ പുതിയ വീഡിയോസിലുള്ള അപ്ഡേഷൻ ചെയ്യാൻ. എപ്പോഴും സാധാരണക്കാരുടെ ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാണുന്ന വീഡിയോസിനകത്തൊക്കെ നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. വലിയ രീതിയിലുള്ള സംവിധാനങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അത് സിമ്പിളായിട്ടുള്ള വീഡിയോസാണ് മിക്കവാറും ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ ഇപ്പോൾ ഭാരത് എൻക്യാപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള ഇടിപരീക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഹാരിയർ പിന്നെ അതിനൊക്കെ സഫാരിയും പങ്കെടുത്ത് 1ാം സ്ഥാനം അല്ലെങ്കിൽ 5 സ്റ്റാർ നേടിയിരുന്നു. അതിന് മുമ്പ് തന്നെ GNCAP-ലാണ് നമ്മൾ പ്രധാനമായും പങ്കെടുത്തിരുന്നത്. കാരണം ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ക്രാഷ് ടെസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ആ GNCAP-ൻ്റെ പ്രത്യേകത, GNCAP-ൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കാർ കമ്പനികളെല്ലാം തങ്ങളുടെ വാഹനത്തിന് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, അത് തങ്ങളുടെ കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ക്രാഷ് ടെസ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമാണ് GNCAP എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 2018-ലാണ് ആദ്യമായിട്ട് നമ്മുടെ നെക്സോൺ പങ്കെടുക്കുന്നത്. അതിൽ 5 സ്റ്റാർ വന്നിരുന്നു, 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിരുന്നു. ആ 5 സ്റ്റാർ റേറ്റിങ്ങോട് കൂടിയാണ് വണ്ടിയുടെ സത്യം പറഞ്ഞാൽ ഇന്ത്യക്കാർ ഈ വണ്ടിയുടെ സേഫ്റ്റി എന്താണ് എന്ന് അറിയുന്നതും ആ സേഫ്റ്റി വേണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അതിന് മുമ്പ് വരെ നമുക്ക് മൈലേജ് ഉണ്ടോ, വണ്ടിയുടെ എൻജിൻ സൈഡ്, എൻജിൻ്റെ ആയുസ് എങ്ങനെയുണ്ട്, റീസെയിൽ വാല്യൂ, ഇതൊക്കെയാണ് നമ്മൾ നോക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതൊക്കെ ഇപ്പോഴും നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ വണ്ടിയുടെ സേഫ്റ്റിയും കൂടെ നോക്കാൻ തുടങ്ങിയത് ഇതിന് ശേഷമാണ്. സത്യം പറഞ്ഞാൽ ടാറ്റയുടെ ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണവും അവരുടെ വണ്ടികൾ സേഫ്റ്റി ഉള്ളതാണ് എന്ന് അറിഞ്ഞതുകൊണ്ടാണ്. അതുമാത്രമല്ല, പല സമയങ്ങളിലും ആക്സിഡൻറ്റുകളുടെ ആ വീഡിയോസും ഇമേജസും ഒക്കെ പുറത്തു വന്നപ്പോൾ കസ്റ്റമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനകത്ത് യാത്രികരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വണ്ടിയുടെ സേഫ്റ്റി നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അത് ഹെക്സ മുതൽ നെക്സോൺ, ടിയാഗോ, അൾട്രോസ് എന്ന് വേണ്ട എല്ലാ വണ്ടികളും ടാറ്റയുടെ സുരക്ഷിതമായിരുന്നു. അതിൽ 5 സ്റ്റാർ നിലവിലുള്ള വണ്ടികളെന്ന് പറഞ്ഞാൽ ടാറ്റയുടെ SUVs ആണ്. ടാറ്റയുടെ എല്ലാ SUVകളും നിലവിൽ 5 സ്റ്റാർ ഉള്ളതാണ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് 2024 ഇറങ്ങിയ സഫാരി, പിന്നെ അതിനൊക്കെ ഹാരിയർ, നെക്സോൺ, ഇതെല്ലാം GNCAP-ൽ പങ്കെടുക്കുകയും 5 സ്റ്റാർ നേടുകയും ചെയ്തു. ഇത് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് GNCAP-ൽ പങ്കെടുത്ത വണ്ടിയാണ് നെക്സോൺ എന്ന് പറയുന്നത്. ഇതാണ് പ്രത്യേകിച്ച് 2022-ലായപ്പോഴത്തേക്കും GNCAP അവർ ഭയങ്കരമായ രീതിയിൽ ഇത്തിരി കൂടെ പരിഷ്കരിച്ചു. അതായത് 5 സ്റ്റാർ നേടണമെങ്കിൽ ചുമ്മാ സിമ്പിളായിട്ട് നേടാൻ കഴിയില്ല. അതിനകത്ത് ഒരുപാട് മാനദണ്ഡങ്ങൾ പുതുക്കുകയും കൂടുതൽ കാര്യങ്ങൾ അവർ ആഡ് ചെയ്യുകയും ചെയ്തു. സ്വാഭാവികമായി ഇത്തരം കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്തതിനെല്ലാം ഓവർടേക്ക് ചെയ്ത് അതെല്ലാം അച്ചീവ് ചെയ്താണ് നെക്സോൺ എന്ന് പറയുന്ന വണ്ടി 5 സ്റ്റാർ നേടിയിരിക്കുന്നത്. നെക്സോണിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നെക്സോൺ 2018-ലാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് GNCAP-ൽ പങ്കെടുത്തത്. അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്താണ് അവർ ഈ ഇപ്പോഴത്തെ GNCAP-ൽ പങ്കെടുത്തത്. അവരുടെ പോയിന്റ് റേറ്റിംഗ് എന്ന് വെച്ചാൽ 34 പോയിൻ്റാണ് മുതിർന്ന യാത്രക്കാരുടെ സംരക്ഷണത്തിൽ ടോട്ടൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ 32.22 പോയിൻറ്റും കുട്ടികളുടെ സംരക്ഷണത്തിൽ 49 പോയിൻ്റാണ് ടോട്ടൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ 44.52 പോയിൻറ്റും നെക്സോൺ ഈ ഇടിപരീക്ഷയിൽ നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും സുരക്ഷിതമുള്ള മോഡലാണെന്നാണ് GNCAP റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2018-ലെ മോഡലിൽ നിന്നും ഇവർ വ്യത്യസ്തമായി അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 എയർ ബാഗ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഈ 2 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ 2023 ഓഗസ്റ്റ് 8 മുതൽ നിർമ്മിക്കുന്ന വാഹനങ്ങളെല്ലാം ഇതുണ്ട് എന്നാണ് നെക്സോൺ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ടാറ്റ പറഞ്ഞിരിക്കുന്നത്.
പിന്നെ ഡ്രൈവറുടെ കഴുത്തിന്, ഡ്രൈവറുടെ നെഞ്ചുകൾക്ക്, യാത്രക്കാരൻ്റെ കഴുത്തിന്, യാത്രക്കാരുടെ നെഞ്ചുകൾക്ക്, അതോടൊപ്പം തന്നെ കാലുകൾക്ക് എല്ലാം മികച്ച സുരക്ഷയാണ് നെക്സോൺ നൽകിയിരിക്കുന്നത്. പുറകെ ഇരിക്കുന്ന പിൻ സീറ്റിലിരിക്കുന്ന യാത്രക്കാർക്കും നല്ല സുരക്ഷ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ സൈഡ് പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തല, വയറ്, ഇടുപ്പ് എന്നീ ഭാഗങ്ങൾക്കെല്ലാം നെക്സോൺ നല്ല രീതിയിൽ സംരക്ഷണം. ചെറിയ രീതിയിലുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് കാണിച്ചത്. അതുകൊണ്ടാണ് ആ ഒരു 1-2 പോയിന്റ് വ്യത്യാസം കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ESC സ്റ്റാൻഡേർഡ് ആക്കുകയാണ് ചെയ്തിരുന്നത്. എല്ലാ വണ്ടിയിലും ESC അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭാരത് എൻക്യാപ്പിന് നേരത്തെ പറഞ്ഞിരുന്നു സഫാരിയും സഫാരിയും ഹാരിയറും എല്ലാം 5 സ്റ്റാർ നേടിയിരുന്നു. പിന്നീട് അതിനകത്ത് 6 എയർ ബാഗുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ISO ഫിക്സ് മൗണ്ടുകൾ, റിയർ പാർക്കിംഗ് സെൻസറുകൾ, ടിൽറ്റ് ആൻഡ് കൊളാപ്സബിൾ സ്റ്റിയറിങ്, സെൻട്രൽ ലോക്കിംഗ്, ഹിൽ ഹോൾഡ് കൺട്രോൾ എന്നിവയാണ് നെക്സോണിലെ പ്രധാനപ്പെട്ട മറ്റ് ഫീച്ചേഴ്സ്. ഇങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 15 ലക്ഷം രൂപയ്ക്ക് താഴെ കിട്ടുന്ന ICE എഞ്ചിൻസാണ് നെക്സോൺ, ICE എഞ്ചിൻ മോഡൽസാണ് നെക്സോൺ പുറത്തിറക്കുന്നത്. പിന്നെ ഇലക്ട്രിക് വണ്ടികൾക്ക് എനിക്കൊന്നും അതിനേക്കാൾ കുറച്ചുകൂടെ കൂടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഓൺ റോഡ് പ്രൈസൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 20-ൽ താഴെ ലഭിക്കുന്ന ഏറ്റവും സുരക്ഷയുള്ള വാഹനങ്ങളിലൊന്നാണ് നെക്സോൺ എന്ന് പറയുന്നത്. ഇന്ത്യക്കാരുടെ മനസ്സറിഞ്ഞാണ് ടാറ്റ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണുമടച്ച് നെക്സോൺ എന്ന് പറയുന്ന മോഡലിൽ പോയി എടുക്കാം. അതുകൊണ്ട് ലക്ഷക്കണക്കിന് വണ്ടികളാണ് ഇപ്പോൾ നിരത്തിലേക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നെക്സോൺ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ടാറ്റ ഇങ്ങനൊരു നീക്കം നടത്തിയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതാണ്. കാര്യം മറ്റ് കാർ കമ്പനികളും സുരക്ഷ എന്ന് പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുകയും അവരും അതിനനുസരിച്ച് ഇപ്പോൾ അവരുടെ മേക്കിങ്ങിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ചില കാർ കമ്പനികളുടെ ചില മോഡലുകൾ ഇപ്പോഴും 0 റേറ്റിംഗ് വരെയുള്ള മോഡലുകളുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കാതെ പോയി എടുക്കുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴും നമുക്ക് കാറ് മാറി വാങ്ങാം, പക്ഷേ നമ്മുടെ ജീവനോ നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് ഭാഗങ്ങളോ നമുക്ക് മാറി വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ഏത് കമ്പനി ആയിക്കോട്ടെ, സുരക്ഷയുള്ള മോഡലിൽ കൂടെ നിങ്ങൾ പരിഗണിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ പുതിയൊരു വിശേഷമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.